ഒരുപാട് പേർക്ക് അല്ലെ ഒരുപാട് നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി സാഹു മാപ്പ് പറയണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? എന്താ തെറ്റ്? അതെ, ശബരിമല സ്ത്രീ പ്രവേശനം അത് കഴിഞ്ഞ അധ്യായമല്ലേ? അധ്യായം കഴിഞ്ഞു. സ്ത്രീ പ്രവേശനം പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ. അതുകൊണ്ട് തന്നെ ആചാരങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള കർമ്മമേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. മാത്രമല്ല, സ്ത്രീ പ്രവേശനം എന്നൊരു അജണ്ട ഇന്ന് സർക്കാരിനില്ല, ദേവസ്വം ബോർഡിനില്ല. അത് വേണ്ട എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ആചാരങ്ങൾ അനുസരിച്ച് നടന്നാൽ മതി. സ്ത്രീ പ്രവേശനം നമുക്ക് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒന്നല്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒന്നല്ല. അത് ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കാനുള്ള താല്പര്യം ഇപ്പോൾ ഇല്ലാത്തതൊന്നും നമ്മൾ പറഞ്ഞ് ഇപ്പോൾ നിങ്ങളൊന്ന് കുറ്റം പറയാൻ വേണ്ടി കുറ്റം പറയരുത്. ഇപ്പോൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ ആര് പറഞ്ഞു എന്നുള്ളതല്ല നോക്കേണ്ടത്, എന്ത് പറഞ്ഞു അത് നോക്കിയിട്ട്, അത് നല്ലതോ ചീത്തയോ എന്ന് നോക്കിയിട്ട് നല്ല കാര്യമാണ് അവർ പറഞ്ഞതെങ്കിൽ അതിനോട് രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത ചിന്തകൾക്ക് അതീതമായി അതിനെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം, കഴിഞ്ഞ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് അല്ലെ ഒരുപാട് കേസുകളിൽ പ്രതികളായിട്ടുണ്ട്. വളരെ നിരപരാധികളും കേസിൽ പ്രതികളായിട്ടുണ്ട്. ആ കേസിൽ പ്രതികളായതോടുകൂടി പലർക്കും ജോലിക്ക് ഫോറിൻ കൺട്രീസിലും പോകാനും അല്ലെങ്കിൽ പാസ്പോർട്ട് കിട്ടാനും ഒക്കെ തടസ്സകരമായ ഒരവസ്ഥാവിശേഷം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് ദയവ് ചെയ്ത് അന്നുണ്ടായ കേസുകളിൽ ഒരുപാട് നിരപരാധികൾ കുറിച്ചിക്കപ്പെട്ടിട്ടുണ്ട്. ആ കേസെല്ലാം ഒന്ന് പിൻവലിച്ചു കൊടുത്തവരെ സഹായിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അതിപ്പോ ഇഷ്ടമില്ലാത്ത അച്ചു തൊട്ടതെല്ലാം കുറ്റമാണ്. വിശ്വാസം അവിശ്വാസം ഓരോരു മനസ്സിലാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം വിശ്വാസം ഇല്ലാത്തവരാണെന്ന് പറയുന്നുണ്ട്. ഈ ശബരിമല പോണതാരാണ്? മുഴുവൻ 99% കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ അതൊക്കെ ഒരു ആരോപണങ്ങൾക്ക് വേണ്ടി പറയുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് കുറ്റം പറയില്ല, തൊട്ടതില്ല, ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞ പോലെ അത് കുറ്റങ്ങൾക്ക് വേണ്ടി പറയുന്നു എന്നുള്ളതല്ലാതെ ആത്മാർത്ഥമായിട്ട് അവരൂടെ ചിന്തിച്ചാൽ ഇത് സഹായിക്കും ചെയ്താൽ നമുക്ക് കേരളത്തിൻ്റെ വളർച്ചയ്ക്കും ശബരിമലയുടെ വളർച്ചയ്ക്കും ഇവിടെ ക്ഷേത്രങ്ങളുടെ വളർച്ചയ്ക്കും വളരെ സഹായകരമായൊരു നിലപാടാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതിന് എല്ലാവരും ഒരേ മനസ്സോടുകൂടി സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതാണ് വർത്തമാനകാലത്തും ആവശ്യം. കഴിഞ്ഞുപോയ പല കാര്യങ്ങളെപ്പറ്റി ചെറുപടം ചെയ്ത് ഈ ശബരിമല വിഷയം ഈ നല്ല കർമ്മം ചെയ്യാൻ പോകുന്ന സമയത്ത് ചീത്തയാക്കാതെ അത് നല്ല കാര്യങ്ങൾ നല്ലപോലെ സഹകരിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ് അതിനെ വളർത്താനും ഉയർത്താനും ശ്രമിക്കേണ്ടത്. പക്ഷെ അതോടൊപ്പം ഒരു കാര്യമുണ്ട്, ഇന്ന് ശബരിമലയിൽ ചെല്ലുന്ന വണ്ടികൾക്ക് പോലും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ഭക്തജനങ്ങൾക്ക് വിരിവെച്ച് കിടക്കാൻ സ്ഥലമില്ല. ഈ ഭക്തജനങ്ങൾ ആഗോളതലത്തിൽ വരുത്താൻ ശ്രമിക്കുമ്പോൾ ഭക്തജനങ്ങൾക്ക് സ്വൈര്യമായി പ്രാർത്ഥിക്കാനും ഒരുപാട് കഷ്ടപ്പാടാൻ കൂടാതെ അയ്യപ്പനെ കണ്ട് വണങ്ങാനും അതുപോലെ വിരിവെക്കാനും വണ്ടികൾ പാർക്ക് ചെയ്യാനും വരാനും പോകാനും ഒക്കുന്ന രീതിയിലുള്ള ഭൗതിക സാഹചര്യം കൂടി ഗവൺമെൻറ്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പ്രത്യേക പരിഗണന നടത്തി അതുകൂടി എന്നുള്ള ആ പ്രശ്നത്തിൽ കൂടി പരിഹാരം ഉണ്ടാക്കിയാൽ മാത്രമേ ഈ ഭക്തജനങ്ങളെ വരവ് വരുത്തുന്നതിനുള്ള പ്രസക്തി ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കറിയാം, ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും ഒരു കുറ്റി വെച്ചതിന് കുഴപ്പം, വഴി നടന്നതിന് കുഴപ്പം എന്ന് പറഞ്ഞു, ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് തടഞ്ഞു, ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് അത് കുറ്റി ഊരി കഴിഞ്ഞ് ഷെഡ് മുറിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ നിയമവും ചട്ടങ്ങളും പറഞ്ഞുകൊണ്ട്, ഈ ചട്ടവും നിയമവും മനുഷ്യന് വേണ്ടിയിട്ടുണ്ടായതാണ്. ആ ചട്ടവും നിയമവും വന്നുകൊണ്ട് ശബരിമലയുടെ വികസനത്തിന് തടസ്സകരമായ ഒരുപാട് കാര്യങ്ങൾ ഭൂമി പോലും വേണ്ടത്രയില്ല. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞു. ഏത് ഗവൺമെൻറ് ആണെങ്കിലും ആ ഭക്തജനങ്ങൾക്ക് സൗകര്യമായിട്ടും സന്തോഷകരമായിട്ടും ഭക്തികരമായും വന്നു പോകാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ കൂടി ഈ തരത്തിൽ തയ്യാറാക്കി എടുക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഗവൺമെൻറ് ഏറ്റെടുക്കണം. ഞങ്ങൾ ഒരു ഉപാധി വെച്ചിട്ടില്ല. കാരണം ഇപ്പോൾ ഗവൺമെൻറ് ആചാരങ്ങൾക്ക് വ്യക്തം വരാത്ത വിധത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഉപാധിയുടെ പ്രശ്നങ്ങളില്ല.